ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു റമദാനിലേക്ക് കൂടി നാം പ്രവേശിച്ചിരിക്കുകയാണ്. ദീനിയായ അതോടൊപ്പം സാമൂഹികമായ ചില മൂല്യങ്ങൾ കൂടി വിശ്വാസികൾ നവീകരിക്കാൻ വേണ്ടിയുള്ളതാണ് റമദാൻ. ആ മൂല്യങ്ങളാണ് ഇസ്ലാമിക ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ അതിജീവനത്തിനുള്ള ഏക വഴി എന്ന് പറയുന്നത്. റമദാനിലൂടെ നാം പരിശീലിച്ചെടുക്കേണ്ടുന്ന മൂല്യങ്ങൾ, അതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം പിടിച്ചു വെക്കുക, നിയന്ത്രിക്കുക എന്നൊക്കെയാണ്. നോമ്പിന് അറബി ഭാഷയിൽ സൗം എന്ന് പറയും. ആ സൗമിൻ്റെ ഭാഷാർത്ഥം പിടിച്ചു വെക്കുക, നിയന്ത്രിക്കുക എന്നെല്ലാമാണ്. ശർഈയായി നിർവചിക്കുമ്പോൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ഭക്ഷണവും പാനീയവും ഭാര്യാഭർത്തൃ സംസർഗവും ഉപേക്ഷിക്കലാണ് നോമ്പെന്ന് പറയുന്നത്. പട്ടിണി കിടന്നും ലൈംഗിക മോഹങ്ങളെ നിയന്ത്രിച്ചും മനസ്സിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശേഷിയാണ് ഒരു സത്യവിശ്വാസി റമളാനിലൂടെ ഒന്നാമതായി നേടുന്നത്, അതല്ലെങ്കിൽ നേടേണ്ടത്. അത് നേടിയവർക്കാണ് സ്വർഗമുള്ളത്. പട്ടിണി കിടന്നുകൊണ്ട് ലൈംഗിക മോഹങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ദേഹേച്ഛകളെ അതിജീവിക്കാനുള്ള ശേഷി, അതാണ് റമളാനിലൂടെ ഒരു വിശ്വാസി നേടുന്നത്. ആ ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ ശേഷി നേടിയ ആളുകൾക്കാണ് സ്വർഗമുള്ളത്. അതാണ് അല്ലാഹു പറഞ്ഞത്, وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ, ആരെങ്കിലും രക്ഷിതാവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നുവെങ്കിൽ, وَنَهَى النَّفْسَ عَنِ الْهَوَى, ദേഹേച്ഛയിൽ നിന്ന് മനസ്സിനെ തടയുകയും ചെയ്യുന്നുവെങ്കിൽ, ദേഹേച്ഛയിൽ നിന്ന് മനസ്സിനെ തടഞ്ഞുകൊണ്ട് രക്ഷിതാവിന്റെ മഹത്തായ സ്ഥാനത്തെ ആരാണ് ഭയപ്പെടുന്നത് എങ്കിൽ, ഫയന്നൽ ജന്നത ഹിയൽ മഅവാ, നിശ്ചയം സ്വർഗം അവനാണ് അഭയകേന്ദ്രമായുള്ളത്. അള്ളാഹു പറഞ്ഞതാണ്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അഖ്വഫു മാ അഖാഫു അലൈക്കും ശഹവാത്തുൽ ഖയ്യി ഫീ ബുതൂനിക്കും വ ഫുറൂജിക്കും. നിങ്ങളിൽ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് വഴിപിഴച്ച വികാരങ്ങളാണ്. നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളിലും നിങ്ങളുടെ ഹൃദയങ്ങളിലും രൂപപ്പെടുന്ന, നിങ്ങളുടെ വയറുകളിലും രൂപപ്പെടുന്ന വഴിപിഴച്ച ശഹവാത്തുകളാണ്, ഇച്ഛകളാണ്, വികാരങ്ങളാണ് നിശ്ചയം ഞാൻ നിങ്ങളെ ഏറ്റവും അധികം ഭയപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പൊ തെറ്റായ വികാരങ്ങൾ, ദേഹേച്ഛയോടുള്ള അമിതമായിട്ടുള്ള ആസക്തി, ഇതെല്ലാം നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. ഇത് നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ വലിയ അപകടത്തിലേക്കാണ് മനുഷ്യൻ പോവുക. അതുകൊണ്ട് അത് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ അല്ലാഹു തആല തന്റെ ദീനിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ ഭാഗമാണ് റമദാൻ. അത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ ഭാഗമാണ് നോമ്പ്. അതാണ് അല്ലാഹു പറയുന്നത്, വലാ തത്തബിൽ ഹവാ ഫയുദല്ലക അൻ സബീലില്ലാഹ്. നിങ്ങൾ ദേഹേച്ഛയെ പിന്തുടരാൻ പാടില്ല. ദേഹേച്ഛ നിങ്ങളെ അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് പിഴപ്പിച്ചു കളയും. ഇന്നല്ലദീന യദുല്ലൂന അൻ സബീലില്ലാഹി ലഹും അദാബുൻ ശദീദുൻ ബിമാ നസൂ യൗമൽ ഹിസാബ്. നിശ്ചയം അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് ആളുകളെ പിഴപ്പിക്കുന്നവർ, അതല്ലെങ്കിൽ പിഴച്ചു പോകുന്ന ആളുകൾ, അവർക്ക് വിചാരണയുടെ ദിനം മറന്നുപോയത് കൊണ്ട് വേദനാജനകമായ ശിക്ഷയാണുള്ളത്. ദേഹേച്ഛയെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. ദേഹേച്ഛ നിങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിഴപ്പിച്ചു കളയും. ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ പറയാൻ ദേഹേച്ഛയോടുള്ള അമിതമായ ആസക്തി, അത് നിയന്ത്രിക്കണം. അത് നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമാവുന്നില്ല എങ്കിൽ റമദാൻ മുഴുവനും നമ്മൾ നോമ്പെടുത്തു, തറാവീഹ് നമസ്കരിച്ചു, സിയാമിലും ഖിയാമിലും തിലാവത്തുൽ ഖുർആനിലുമായി റമദാന്റെ 30 ദിനവും നീങ്ങി. പക്ഷേ ദേഹേച്ഛയോടുള്ള ആസക്തിയിൽ നിന്ന്, അതിൻ്റെ തെറ്റായ പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധ്യമാവുന്നില്ല. ഒരാളിങ്ങനെ പലിശ വ്യാപാരിയായി കഴിഞ്ഞുകൂടുകയാണ്. റമദാൻ ഇടയ്ക്ക് വെച്ച് കടന്നു വന്നു, റമദാനിൽ നോമ്പെടുത്തു, ഇപ്പറഞ്ഞ ആരാധനകളൊക്കെ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴും പലിശ വ്യാപാരിയാണ്. ഒരാൾ മദ്യപാനിയാണ്, റമദാനിൽ അയാൾ പ്രവേശിച്ചു, റമദാനിലെ നോമ്പും ബാക്കിയുള്ള ആരാധനകളൊക്കെ അയാൾ നിർവഹിച്ചു. പക്ഷേ റമദാൻ കഴിഞ്ഞപ്പോഴും മദ്യപാനം തുടരുകയാണ്. ഇതാണ് ദേഹേച്ഛയോടുള്ള ആസക്തി വിട്ടുമാറാത്ത മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ മനുഷ്യനല്ല റമദാന്റെ ചൈതന്യം നേടിയെടുത്തയാൾ. റമദാന്റെ ചൈതന്യം നേടിയെടുത്ത മനുഷ്യൻ എന്ന് പറയുന്നത് അള്ളാഹുവോടും റസൂലിനോടുമുള്ള ഹുബ്ബ്, അള്ളാഹുവോടും റസൂലിനോടുമുള്ള സ്നേഹം, അതിന് എല്ലാറ്റിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്, ഇന്ന ജമീഅൽ മആസി തൻശഉ മിൻ തഖദീമി ഹവൻ നുഫൂസി അലാ മഹബ്ബത്തില്ലാഹി വറസൂലി. എല്ലാ തെറ്റുകളും സംഭവിക്കുന്നത് എങ്ങനെയാ? അള്ളാഹുവിനോടുള്ള സ്നേഹം, പ്രവാചകനോടുള്ള സ്നേഹം, അള്ളാഹുവോടും റസൂലിനോടുമുള്ള സ്നേഹത്തെക്കാൾ ദേഹേച്ഛയോടുള്ള ആസക്തി, അത് മുൻപന്തിയിൽ വരുന്നത് കൊണ്ടാണ് എല്ലാ തെറ്റുകളും സംഭവിക്കുന്നതെന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. അള്ളാഹുവോടും റസൂലിനോടുമുള്ള ആ സ്നേഹം ഹൃദയത്തിൽ രൂഢമൂലമായി കഴിഞ്ഞാൽ, ഹൃദയത്തിൽ അടിയുറച്ചു പോയി കഴിഞ്ഞാൽ, പിന്നീട് ദേഹേച്ഛയുടെ അടിമയായിട്ട് മനുഷ്യൻ നിലനിൽക്കുകയില്ല. അള്ളയാണ് വലുത്, റസൂലാണ് വലുത്. അള്ളാഹുവോടുള്ള അനുരാഗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, അതാണ് ഹൃദയത്തിൽ ശക്തമായി രൂഢമൂലമായി അടിയുറച്ച് നിൽക്കുന്നത് എങ്കിൽ സഹോദരങ്ങളെ, ദേഹേച്ഛയോടുള്ള ആസക്തിയിൽ മനുഷ്യൻ ജീവിക്കില്ല. ഒരു ചരിത്രം ഇപ്രകാരമാണ്. മഹാനായ സ്വഹാബി വര്യൻ മർസദ് ബിൻ അബി മർസദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭം, വഴിയിൽ വെച്ച് അനിസ്ലാമിക കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ മർസദ് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു കാമുകി, അവരുടെ പേര് ഇനാഖ് എന്നായിരുന്നു. ഇനാഖ് വഴിയിൽ വെച്ച് അവരെ കണ്ടുമുട്ടി, മർസദിനെ കണ്ടുമുട്ടി. രാത്രിയുടെ കൂരിരുട്ടിലും മർസദിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഇനാഖ് തിരിച്ചറിഞ്ഞു, വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. മഅദല്ലാഹ്, മർഹബൻ അഹ്ലൻ വസഹ്ലാ, തആല യാ മർസദ് ഫബിത് ഇൻദനാ ഹാദിഹിൽ ലൈല. സ്വാഗതം നിനക്ക്, സ്വാഗതം. തആല യാ മർസദ്, മർസദേ വരിൻ വരിൻ, ഫബിത് ഇൻദനാ ഹാദിഹിൽ ലൈല, ഈ രാത്രി നമ്മുടെ അടുക്കൽ താമസിക്കാം, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ഈ രാത്രി, വരിൻ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിലേക്ക് ക്ഷണിക്കുകയാണ്.
ഇനാഖ് മർസദ് റളിയല്ലാഹു അൻഹുവിനെ, ഇനാഖ് എന്തിലേക്കാണ് നീ എന്നെ ക്ഷണിക്കുന്നത്? ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു വിശ്വാസിയായി മാറിയിരിക്കുന്നു. ഇന്നല്ലാഹ ഹറമ സിന, നിശ്ചയം അല്ലാഹു തആല വ്യഭിചാരത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. മർസദിനെ കിട്ടില്ലെന്ന് കണ്ടപ്പോ മോഹഭംഗം വന്നു, പ്രയാസം തോന്നി. പിന്നെന്താ ചെയ്യുന്നറിയോ? ഇനാഖ് മർസദിനെ പറ്റി അപവാദം പ്രചരിപ്പിക്കാൻ തുടങ്ങി, തെറ്റായ പ്രചരണങ്ങൾ നടത്തി. അങ്ങനെ മർസദ് ബിൻ അബീ മർസദ് റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികൾ വല്ലാണ്ട് തല്ലി ആക്രമിക്കുകയാണ്, അടിച്ചൊതുക്കുകയാണ്, വലിയ ആക്രമണം നേരിടുകയാണ്. സഹോദരങ്ങളെ, അതാണ്, അങ്ങനെയാണ് മുൻഗാമികൾ പ്രലോഭനങ്ങളെ അതിജീവിച്ചത്. പ്രലോഭനങ്ങൾ അതിജീവിച്ചു. അങ്ങനെ മുൻഗാമികളുടെ മാതൃകയിൽ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള പരിശീലനമാണ് പരിശുദ്ധ റമദാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഏറ്റവും വലിയ ധർമ്മസമരം എന്ന് പറയുന്നത്, പ്രലോഭനങ്ങൾ അതിജീവിക്കാനുള്ള ശേഷി ആർജിക്കുക. തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മടങ്ങുമ്പോൾ നമുക്കറിയാം, ബനൂ ഖുറൈളയും ബനൂ നളീറും ബനൂ ഖൈനുഖാഉം ഖുറൈശികളുടെ കൂടെ ചേർന്നുകൊണ്ട് സംഘടിതമായിട്ട് ഇസ്ലാമിക സമൂഹത്തെ, മദീനയെ ആക്രമിക്കാൻ വന്ന ഘട്ടമാണ് തബൂക്ക് യുദ്ധം. തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മടങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് പറയുന്നുണ്ട്, റജഅനാ മിനൽ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബർ. ചെറിയ പോരാട്ടത്തിൽ നിന്ന് വലിയ പോരാട്ടത്തിലേക്കാണ് നമ്മൾ മടങ്ങുന്നത്. ചെറിയ പോരാട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞത്. ശത്രുവിനോടുള്ള മുഖാമുഖം സായുധമായിട്ടുള്ള പോരാട്ടം അത് ചെറിയ പോരാട്ടമാണ്. അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ശക്തിയുള്ള വലിയ പോരാട്ടത്തിലേക്കാണ് നമ്മൾ മടങ്ങുന്നത്. ഏതാണ് ആ വലിയ പോരാട്ടം? ജിഹാദുൻ നഫ്സി വൽ ഹവാ. മനസ്സിനോടുള്ള, ഇച്ഛയോടുള്ള, പ്രലോഭനങ്ങളോടുള്ള, ആസക്തിയോടുള്ള പോരാട്ടം. അതാണ് ഏറ്റവും ശക്തമായ പോരാട്ടമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആർത്തിയെ നിയന്ത്രിക്കാനുള്ള പരിശീലനമാണ് പരിശുദ്ധ റമദാൻ. ആർത്തിയെ നിയന്ത്രിക്കാനുള്ള പരിശീലനമാണ് നോമ്പ്. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും ഇത്തിബാഉൽ ഹവ. ഒന്നാമത്തേത് ദേഹേച്ഛയെ നിയന്ത്രിക്കുക. ദേഹേച്ഛയെ നിയന്ത്രിക്കുക, ആസക്തികളെ നിയന്ത്രിക്കുക, മനസ്സിന്റെ പ്രലോഭനങ്ങളെ നിയന്ത്രിക്കുക. അതാണ് ഒന്ന്. രണ്ടാമത്തേത് ആർത്തിയെ നിയന്ത്രിക്കുക. അതിനുള്ള പരിശീലനമാണ് നോമ്പ്. 3 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ദീനിയായ 3 മൂല്യങ്ങൾ, അതേസമയം തന്നെ സാമൂഹികമായ 3 മൂല്യങ്ങൾ കൂടിയാണ്. അതിലൊന്ന് ദേഹേച്ഛയെ നിയന്ത്രിക്കലാണെങ്കിൽ രണ്ടാമത്തേത് ആർത്തിയെ നിയന്ത്രിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും ഇത്തിബാഉൽ ഹവാ. ഞാൻ നിങ്ങളിൽ ഏറ്റവും അധികം ഭയപ്പെടുന്ന ദേഹേച്ഛയെ നിങ്ങൾ പിൻപറ്റലാണ്. വത്തൂലുൽ അമൽ. അമിതമായ ആസക്തിയാണ്. അമിതമായ ആസക്തിയും ദേഹേച്ഛയെ പിൻപറ്റലുമാണ് നിശ്ചയം ഞാൻ നിങ്ങളിൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത്. അമ്മാ ഇത്തിബാഉൽ ഹവാ ഫയസുദ്ദു അനിൽ ഹഖ്. അപ്പോൾ ദേഹേച്ഛയെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു കളയും. വഅമ്മാ തൂലുൽ അമൽ ഫയൻസൽ ആഖിറ. അമിതമായിട്ടുള്ള ആസക്തി പരലോകത്തെ സംബന്ധിച്ച് നിങ്ങളെ വിസ്മരിപ്പിച്ചു കളയും. ദേഹേച്ഛയെ പിൻപറ്റാൻ പാടില്ല, അമിതമായ ആസക്തിയും പാടില്ല. അത് രണ്ടുമാണ് ഞാൻ നിങ്ങളിൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത്. ദേഹേച്ഛയെ പിൻപറ്റിയാൽ സത്യത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോകും. അമിതമായ ആർത്തി ഉണ്ടായാലോ പരലോകം നിങ്ങൾ മറന്നുപോകും, പരലോകം നിങ്ങൾ വിസ്മരിച്ചു പോകും. സഹോദരങ്ങളെ, ഭക്ഷണത്തോടുള്ള ആർത്തി നിയന്ത്രിച്ചുകൊണ്ട്, കാമാസക്തികൾ നിയന്ത്രിച്ചുകൊണ്ട്, സ്ത്രീ പുരുഷ സംസർഗം അതും മനുഷ്യന്റെ ഒരു ആർത്തിയാണ്. ആ ആസക്തിയും നിയന്ത്രിച്ചുകൊണ്ട് മറ്റെല്ലാ ഭൗതികമായ വിഭവങ്ങളോടും, അത് സമ്പത്താണെങ്കിലും അധികാരമാണെങ്കിലും സ്ഥാനമാനങ്ങളാണെങ്കിലും, അതിനോടെല്ലാമുള്ള ആർത്തിയെ നിയന്ത്രിക്കലാണ് നോമ്പെന്ന് പറയുന്നത്. ഭക്ഷണത്തോടുള്ള ആർത്തി നിയന്ത്രിച്ച് പരിശീലിക്കുക. സ്ത്രീ പുരുഷ സംസർഗം അതിനോടുള്ള ആർത്തി നിയന്ത്രിച്ച് പരിശീലിക്കുക. അതിലൂടെ എല്ലാത്തരം ആർത്തിയും നിയന്ത്രിക്കപ്പെടണം. സമ്പത്തിനോടുള്ള അമിതമായിട്ടുള്ള ആർത്തി, അധികാരത്തോടും സ്ഥാനമാനങ്ങളോടുമുള്ള ആർത്തി, അതുപോലെ തന്നെ സൗന്ദര്യത്തോടുള്ള ആർത്തി, ഇതെല്ലാം നിയന്ത്രിക്കപ്പെടണം എന്നുള്ളതാണ്. എല്ലാത്തിനോടുമുള്ള ആർത്തി നിയന്ത്രിക്കാനുള്ള പരിശീലനമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരായി നിങ്ങൾ മാറണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അള്ളാഹ് നൽകിയതിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരായി നിങ്ങൾ മാറണം. കുൻ ഖനിഅൻ തകുൻ അഗ്നൻ നാസ്. നിങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരായി മാറണം. എങ്കിൽ ജനങ്ങളിൽ ഏറ്റവും ഐശ്വര്യവാൻ നിങ്ങളായി മാറും.
നിങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ ജനങ്ങളിൽ ഏറ്റവും ധനവാൻ നിങ്ങളായി മാറും. മനസ്സിന്റെ ഐശ്വര്യമാണ് ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത്. അതുണ്ടായാൽ ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാനായി നിങ്ങൾ മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ. അലി റളിയല്ലാഹു അൻഹു പാടി ദഇൽ ഹിർസ അല ദുനിയാ വഫിൽ ഐശി ഫലാ തത്മഅ ഫഖീറുൻ കുല്ലു മൻ യത്മഅ ഗനിയ്യുൻ കുല്ലു മൻ യഖ്നഅ. ദഇൽ ഹിർസ അല ദുനിയാ, ദുനിയാവിനോടുള്ള ആർത്തി നിങ്ങൾ ഉപേക്ഷിക്കണം. വഫിൽ ഐശി ഫലാ തത്മഅ, ജീവിതത്തിൽ നിങ്ങൾക്ക് അത്യാർത്തി പാടില്ല, ദുനിയാവിനോടുള്ള ആർത്തി ഒഴിവാക്കണം. ഫഖീറുൻ കുല്ലു മൻ യത്മഅ, അത്യാർത്തിയുള്ള മുഴുവൻ മനുഷ്യരും ദരിദ്രരാണ്. ഗനിയ്യുൻ കുല്ലു മൻ യഖ്നഅ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന മനുഷ്യനാണ് ഐശ്വര്യവാൻ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ ഐശ്വര്യവാനാണ്, എനിക്ക് കിട്ടി എന്ന് തോന്നും. പക്ഷേ അത്യാർത്തി പൂണ്ടാൽ എന്നും ആർത്തിയാണ്, എന്നും ആവശ്യക്കാരനാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാലോ എനിക്ക് കിട്ടി എന്നയാൾക്ക് തോന്നും, അയാളാണ് ഏറ്റവും വലിയ ഐശ്വര്യവാൻ എന്ന് അലി റളിയല്ലാഹു അൻഹു പാടുകയാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പാടി അൽ അബ്ദു ഹുർറുൻ ഇൻ ഖനഅ വൽ ഹുർറു അബ്ദുൻ ഇൻ തമഅ. അൽ അബ്ദു ഹുർറുൻ ഇൻ ഖനഅ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ അടിമയും സ്വതന്ത്രനാണ്. വൽ ഹുർറു അബ്ദുൻ ഇൻ തമഅ, സ്വതന്ത്രനും അടിമയാണ്. അത്യാർത്തിയുള്ളവനാണെങ്കിൽ സ്വതന്ത്രനും അടിമയാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാലോ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാലോ സ്വതന്ത്രനും അടിമയാണ്. അത്യാർത്തി പൂണ്ടാൽ അടിമയും സ്വതന്ത്രനാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ അടിമയും അൽ അബ്ദു ഹുർറുൻ, അടിമയും സ്വതന്ത്രനാണ്. പറഞ്ഞത് തെറ്റിയോന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിച്ചു പറയാം. അൽ അബ്ദു ഹുർറുൻ ഇൻ ഖനഅ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ അടിമയും സ്വതന്ത്രനാണ്. വൽ ഹുർറു അബ്ദുൻ ഇൻ തമഅ, അത്യാർത്തി പൂണ്ടാൽ സ്വതന്ത്രനും അടിമയാണ്. അതാണ് ആർത്തിയുണ്ടായാൽ പിന്നെ മനുഷ്യന് അടിമത്വമല്ലാതെ മറ്റൊന്നുമില്ല. അവൻ സ്ഥാനമാനങ്ങളുടെ, അധികാരത്തിന്റെ, സമ്പത്തിന്റെ പിന്നാലെ പോകും. ആ സമ്പത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയൊക്കെ പിന്നാലെ പോകുന്ന മനുഷ്യർക്ക് അതെന്നും നിലനിർത്തണമെങ്കിൽ, അതിലെന്നും മേൽക്കൈ നിലനിർത്തണമെങ്കിൽ പലരുടെയും അടിയും കാലം പിടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അയാൾ അടിമയാണെന്ന് പറഞ്ഞത്. വല്ലാത്ത ആശയാണ്, വല്ലാത്ത വരികളാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വരികൾ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ്, അതായത് ആർത്തിയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് യമൻ നിവാസികളായ തജീബ് ഗോത്രം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നു. തജീബ് ഗോത്രക്കാർ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു. 13 പുരുഷന്മാരായിരുന്നു ആ സംഘത്തിൽ ഉണ്ടായിരുന്ന 13 ആളുകൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു. യമൻകാര് തജീബ് ഗോത്രക്കാരാണ്. അവരെ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നുകൊണ്ട് പ്രവാചകനോട് ചർച്ച ചെയ്ത് വിലപ്പെട്ട പല സമ്മാനങ്ങളും അവർ സ്വീകരിച്ചു. അതിന്റെ മുന്നോടിയായി റസൂലുള്ളാഹിയിൽ നിന്ന് പല വിജ്ഞാനങ്ങളും അവർ പഠിച്ചു, പല അറിവുകളും റസൂലുള്ളാഹിയിൽ നിന്ന് പഠിച്ചു. തിരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിവേദക സംഘത്തിന് മൂല്യവത്തായ പല പാരിതോഷികങ്ങളും പല സമ്മാനങ്ങളും നൽകി. സമ്മാനങ്ങളെല്ലാം നൽകിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ സമ്മാനം കിട്ടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ സമ്മാനം കിട്ടാത്തവരായിട്ട് ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? അവര് പറഞ്ഞു, യാത്രാവാഹനങ്ങൾക്ക് കാവലിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ഒരു ചെറുപ്പക്കാരനുണ്ട്, അവന് മാത്രം സമ്മാനം കിട്ടിയിട്ടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ അവനോട് കൂടി ഇങ്ങോട്ട് വരാൻ പറയൂ. അവർ തിരിച്ചു ചെന്ന് കുട്ടിയോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് നിന്റെ ആവശ്യങ്ങൾ ബോധിപ്പിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ അടുക്കലുള്ളതൊക്കെ നിനക്ക് നൽകും. പ്രവാചകന്റെ അടുക്കൽ നിന്റെ ആവശ്യങ്ങൾ ബോധിപ്പിച്ചോളൂ. കുട്ടി ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് സംസാരിക്കാൻ തുടങ്ങി. കുട്ടിയോട് എന്തൊക്കെയാണ് ആവശ്യങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. കുട്ടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ ദൂതരെ, ഇന്നിംറുഉം മിൻ ബനി അബദിയ്യൻ, ഞാൻ തജീബ് ഗോത്രത്തിലെ ഉപഗോത്രമായ ബനു അബദി ഗോത്രത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. തജീബിന്റെ ഉപഗോത്രമായ ബനു അബദി ഗോത്രത്തിലെ ഒരു ചെറുപ്പക്കാരനാണ്, ഒരു മനുഷ്യനാണ് ഞാൻ. ഇന്ന ഹാജത്തി ലൈസ കഹാജത്തി അസ്ഹാബി, നിശ്ചയം എന്റെ ആവശ്യങ്ങൾ എന്റെ കൂട്ടുകാരന്റെ ആവശ്യങ്ങളെ പോലെയല്ല.
എൻ്റെ കൂട്ടുകാരൻ്റെ ആവശ്യങ്ങളെപ്പോലെയുള്ള, എൻ്റെ സുഹൃത്തുക്കളുടെ ആവശ്യങ്ങളെപ്പോലെയുള്ള ഭൗതികമായ വിഭവങ്ങളൊന്നുമല്ല എനിക്ക് ആവശ്യമുള്ളത്. അവർക്ക് നൽകിയതുപോലെ വില പിടിച്ച സമ്മാനങ്ങളൊന്നും എനിക്ക് വേണ്ട. പക്ഷേ എനിക്ക് അങ്ങയിൽ നിന്ന് ചോദിക്കാനുള്ളത്, നിങ്ങൾ അള്ളാഹുവിനോട് എനിക്ക് പുറത്തു തരാൻ വേണ്ടി ചോദിക്കണം. എന്നോട് കരുണ കാണിക്കാൻ, എന്റെ ഹൃദയത്തിൽ എന്റെ ഐശ്വര്യമാക്കാനും എന്നോട് കരുണ കാണിക്കാനും എനിക്ക് പുറത്തു തരാനും വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം. പ്രത്യേകിച്ച് വേറൊന്നും ചോദിക്കണ്ട, വേറൊന്നും നിങ്ങൾ നൽകണ്ട. ഒരുപാട് സമ്പത്ത് എനിക്ക് വേണ്ട, എന്റെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ നൽകിയതുപോലെ. പക്ഷേ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി നിങ്ങൾ പാപമോചനം ചോദിക്കണം, എനിക്ക് വേണ്ടി കാരുണ്യം ചോദിക്കണം. എന്റെ ഹൃദയത്തിന് ഐശ്വര്യം ലഭിക്കണം, എന്റെ ഹൃദയത്തിന് സമ്പത്ത് ലഭിക്കണം. ഹൃദയത്തിന് സമ്പത്ത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവണം. അതാണ് ഹൃദയത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഐശ്വര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഐശ്വര്യം എനിക്ക് കിട്ടണം, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രവാചകരെ. റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു വജഅൽ ഗിനാഹു ഫീ ഖൽബി. അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരന് നീ പുറത്തു കൊടുക്കണമേ, ഈ ചെറുപ്പക്കാരനോട് നീ കരുണ കാണിക്കണമേ, അവന്റെ ഹൃദയത്തിൽ നീ ഐശ്വര്യം നൽകണമേ, അവന്റെ ഹൃദയത്തിന് നീ ഗിനൻ നഫ്സ് നൽകണമേ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാക്കി കൊടുക്കണമേ. അങ്ങനെ റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ യാത്രാ സംഘത്തിന്റെ കൂടെ മടങ്ങി. മറ്റൊരു ഘട്ടത്തിൽ അബദീ ഗോത്രം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരന്റെ ഗോത്രം, അബദീ ഗോത്രത്തിലെ ചിലർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി, വേറൊരു സന്ദർഭത്തിൽ കണ്ടുമുട്ടി. ഈ ഘട്ടത്തിൽ ആ കുട്ടിയെ സംബന്ധിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ആ ചെറുപ്പക്കാരന്റെ വർത്താനം എന്തൊക്കെയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അബദീ ഗോത്രക്കാര് പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ റഅയ്നാ മിസ്ലഹു ഖത്തു. ആ ചെറുപ്പക്കാരനെ പോലത്തെ ഒരാളെയും നിങ്ങൾ കണ്ടിട്ടില്ല. ആ ചെറുപ്പക്കാരൻ അഖ്നഉ മിൻഹു ഫീമാ റസഖഹുല്ലാഹ്, അല്ലാഹു നൽകിയതിൽ ഏറ്റവും സംതൃപ്തനാണ് ആ ചെറുപ്പക്കാരൻ. അല്ലാഹു നൽകിയതിൽ ഏറ്റവും സംതൃപ്തനാണ്. എന്താ ചെറുപ്പക്കാരന്റെ പ്രത്യേകത എന്നറിയോ? ലൗ അന്നന്നാസ ഖസമുദ്ദുനിയാ മാ നളറ നഹ്വഹാ വലൽതഫത ഇലൈഹാ. ഈ ദുനിയാവ് മുഴുവനും അയാളുടെ മുമ്പിൽ അങ്ങ് വീതം വെച്ച് കൊടുക്കുകയാണെങ്കിലും, ആളുകൾ ദുനിയാവ് മൊത്തം വീതം വെച്ചെടുക്കുക അയാളുടെ മുമ്പിൽ, എന്നാലും ആ ചെറുപ്പക്കാരൻ അതിലേക്ക് തിരിയുകയില്ല, അതിലേക്ക് നോക്കൂല. അതിന് മാത്രം ആർത്തിയെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യനായി ആ ചെറുപ്പക്കാരൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ യുവാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അൽഹംദുലില്ലാഹ് ഇന്നി ലഅർജു അയ്യമൂത ജമീഅ. അല്ലാഹുവിനാണ് സർവസ്തുതിയും. ആ ചെറുപ്പക്കാരൻ ഒന്നായി മരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഒന്നായി മരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്താ ഒന്നായി മരിക്കുക? സ്വഹാബിമാർ ചോദിച്ചു, പ്രവാചകരെ എല്ലാവരും ഒന്നായി തന്നെയല്ലേ മരിക്കുന്നത്? ഒന്നായി മരിക്കുക എന്ന് പറഞ്ഞാല് സ്വഹാബിമാര് മനസ്സിലാക്കിയത് മനുഷ്യന്റെ എല്ലാ അവയവങ്ങളും ഒരുമിച്ച് മരിക്കുക, അങ്ങനെ തന്നെയല്ലേ എല്ലാവരും ചെയ്യുന്നത്. മരിക്കുമ്പോൾ കയ്യും കാലും കണ്ണും തലയും മൂക്കും എല്ലാ അവയവങ്ങളും ഒരുമിച്ചങ്ങ് മരിക്കുകയല്ലേ ചെയ്യുന്നത് പ്രവാചകരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല, ചിന്നിച്ചിതറി മരിക്കുന്നവരുണ്ട്, ചിന്നിച്ചിതറി മരിക്കുന്നവരുണ്ട്. അവരുടെ മോഹങ്ങളും അഭിലാഷങ്ങളും ഭൂമിയിലെ താഴ്വരകളിൽ ശിഥിലമായി കിടക്കും. അങ്ങനെ മരിക്കാതെ ഒന്നായി മരിക്കാനാണ് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചത്. ചിന്നിച്ചിതറി മരിക്കാതെ ഒന്നായി മരിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മരണാനന്തരം യമൻകാരിൽ വലിയൊരു വിഭാഗം ഇസ്ലാം വിട്ടുപോയി, മുർത്തദ്ദുകളായിട്ട് മാറി. അങ്ങനെയായപ്പോഴും അബദീ ഗോത്രത്തെ അള്ളാഹുവിന്റെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തുവാൻ ഈ ചെറുപ്പക്കാരന് സാധ്യമായി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇതാണ് ആർത്തിയെ നിയന്ത്രിക്കാനുള്ള പരിശീലനം നേടിയെടുത്താൽ ആ മനുഷ്യൻ ലോകത്തിന് മാതൃകയാകും. അബദീ ഗോത്രത്തെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അടിയുറപ്പിച്ചു നിർത്താൻ സാധിച്ചത് ഒരുപാട് സമ്പത്തുള്ള മനുഷ്യനല്ല, അധികാരങ്ങളും സ്ഥാനമാനങ്ങളും ലഭിച്ച മനുഷ്യനല്ല. ആർത്തിയെ നിയന്ത്രിക്കാൻ പരിശീലിച്ച, ആർത്തിയെ നിയന്ത്രിക്കാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. എന്റെ മനസ്സിന് ഐശ്വര്യമുണ്ടാവാൻ വേണ്ടി, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ
തന്റെ കൂട്ടുകാരെല്ലാം വിലപിടിച്ച സമ്മാനങ്ങളുമായി യമനിലേക്ക് തിരിച്ചു പോകുമ്പോ എനിക്കതൊന്നും വേണ്ട, എനിക്ക് മനസ്സിന്റെ ഐശ്വര്യം മതി, അതിനുവേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട റസൂലുള്ള അതിനുവേണ്ടി പ്രാർത്ഥിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യനാണ് യമൻകാരെ സത്യമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തിയത്, അബദീ ഗോത്രത്തെ സത്യമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തിയത്. സഹോദരങ്ങളെ, ആ പരിശീലനമാണ് നമ്മൾ നേടേണ്ടത്, ആർത്തിയെ നിയന്ത്രിക്കാനുള്ള പരിശീലനം. റമദാൻ കഴിയുമ്പോഴേക്കത് സാധ്യമാവണം. രണ്ടാമത് റമദാനിൽ നമ്മൾ നേടേണ്ടത്, റമദാനിലൂടെ നമ്മൾ നേടേണ്ടത് ആർത്തിയെ നിയന്ത്രിക്കാനുള്ള പരിശീലനം. ഒന്ന്, ദേഹേച്ഛ ആസക്തികളെ നിയന്ത്രിക്കുക. ആസക്തികളെ നിയന്ത്രിച്ചുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എന്ത് പ്രലോഭനങ്ങൾ ഉണ്ടായാലും ഉറച്ചു നിൽക്കാനുള്ള അതിജീവന ശേഷി നേടുക. രണ്ടാമത്തേത് ആർത്തിയെ നിയന്ത്രിക്കാനുള്ള ശേഷി നേടുക. മൂന്നാമത്തെ ഗുണം, റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന മൂന്നാമത്തെ മൂല്യം ക്ഷമയാണ്. ക്ഷമ പരിശീലിക്കുക. ക്ഷമയുടെ പരിശീലന കളരിയാണ് റമദാൻ. ഷഹ്റു റമദാൻ ഷഹ്റു സബ്ർ. ക്ഷമയുടെ മാസമാണ് റമദാൻ മാസം. അതാ പറഞ്ഞത്, ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ, ആരെങ്കിലും ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ അയാൾ പറയട്ടെ, നിശ്ചയം ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമയോടുകൂടി മുന്നോട്ട് പോവട്ടെ. ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാലും പ്രതിരോധിക്കാതെ ക്ഷമ കൈകൊള്ളുന്ന മനുഷ്യൻ, അവനാണ് റമദാനെ നേടിയെടുത്ത മനുഷ്യൻ എന്ന് പറയുന്നത്. ആത്മസംയമനം നമ്മൾ പറയാറുണ്ട്. ആത്മസംയമനത്തിന്റെ പരിശീലന കളരിയാണ് റമദാൻ എന്ന് പറയുന്നത്. ആത്മസംയമനം പരിശീലിച്ചയാൾക്ക് ഏത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്. തുല്യതയില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് രാജ്യവും ലോകവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, വിശ്വാസി സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫലസ്തീൻ മക്കൾ എപ്പോഴും നമ്മൾ പറയുന്നതാണ്. ചില ആളുകൾ ചിന്തിക്കും, എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ ഫലസ്തീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. സഹോദരങ്ങളെ, ഫലസ്തീൻ ഒരു വട്ടം അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളതല്ല. കാരണം ഫലസ്തീൻ മക്കൾ ദുരിതങ്ങളിലൂടെയാണ് ജീവിക്കുന്നത്. അവരുടെ ദുരിതങ്ങൾ ആവർത്തിച്ചുകൊണ്ട് നമ്മളെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് അവർക്ക് വേണ്ടി സംസാരിക്കാനുള്ളത്? സഹോദരങ്ങളെ, വല്ലാത്ത കഷ്ടപ്പാടല്ലേ, വല്ലാത്ത പ്രയാസമല്ലേ? നോമ്പിന് ഭക്ഷണവുമായി ഫലസ്തീനിലെ റഫയിലെ താൽക്കാലിക തമ്പിലേക്ക് ചെന്ന സന്നദ്ധ പ്രവർത്തകരോട് ജന്മനാട്ടിൽ അഭയാർത്ഥികളാകാൻ വിധിക്കപ്പെട്ട ജനവിഭാഗം ഫലസ്തീനികൾ പ്രതികരിച്ചത് എങ്ങനെയാ? ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ഞങ്ങൾക്ക് വെള്ളമില്ല, ഞങ്ങൾക്ക് മരുന്ന് പോലുമില്ല. സന്നദ്ധ പ്രവർത്തകരോട് പറയാ, ഒന്നുമില്ല, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, മരുന്നില്ല, വെള്ളമില്ല. ഞങ്ങൾ റമദാനിന് മുമ്പ് തന്നെ നോമ്പുകാരാണ്. ഈ വർഷത്തെ റമദാൻ ഞങ്ങൾക്ക് വേദനയാണ്. പ്രിയപ്പെട്ടവരെ കൂടെയില്ല. നിരവധി പേര് പട്ടിണിയിലാണ് കഴിഞ്ഞുകൂടുന്നത്. ഇതാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അവരുടെ അവസ്ഥ തുറന്ന പുസ്തകമായി അവർ നമ്മോട് പറയുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പല ആളുകളും ഫലസ്തീൻ മക്കളെ വെച്ചുകൊണ്ട് മുതലാക്കുന്നുണ്ട്. പല രാജ്യങ്ങളും. ഈജിപ്ത് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യമാണെന്ന് പറയേണ്ടി വരും. ഒന്നും ക്രിയാത്മകമായി ചെയ്യുന്നില്ല. ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി ക്രിയാത്മകമായിട്ടൊന്നും ചെയ്യാൻ മുസ്ലിം രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല. അങ്ങനെ ചെയ്യാൻ മടിക്കുന്ന ഏറ്റവും മോശമായ രാജ്യമായിട്ട് നമുക്ക് ഈജിപ്തിനെ പറയാൻ കഴിയും. എന്താ ഈജിപ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫലസ്തീൻ പ്രശ്നത്തിൽ പ്രയാസങ്ങൾ സഹിക്കുന്നു എന്ന പേരിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് $7 ബില്യൺ ഈജിപ്ത് വസൂലാക്കിയത്. എന്നിട്ടും റഫാ അതിർത്തി തുറക്കാൻ ഇതുവരെ അവർ തയ്യാറായിട്ടില്ല. ഫലസ്തീൻ മക്കളെ ഈ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അവരെ കരകയറുന്നത് വരെ കുറച്ചു കാലത്തേക്കെങ്കിലും ഒരു മുസ്ലിം രാജ്യം അവരുടെ വാതിൽ തുറന്നുകൊണ്ട് കുറച്ചു കാലത്തേക്ക് ആ നാട്ടിൽ താമസിപ്പിക്കാൻ തയ്യാറായാൽ അത് വല്ലാത്തൊരാശ്വാസമല്ലേ സഹോദരങ്ങളെ? പക്ഷെ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അടിസ്ഥാന സഹായങ്ങൾ എത്തിക്കാനും ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം തയ്യാറായിട്ടില്ല. അതിർത്തിയിൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു രാജ്യത്തിന്റെ അവസ്ഥയാണ് പറയുന്നത്. എങ്ങനെ അയൽനാടുകളായ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ക്രിയാത്മകമായിട്ടുള്ള യാതൊരു സഹായവും ലഭിക്കാതെ അതിദയനീയമായ അവസ്ഥയിലൂടെ ഫലസ്തീൻ മക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ പരിശുദ്ധ റമദാന്റെ ദിനരാത്രങ്ങളെ സാക്ഷിയാക്കി പടച്ചവനോട് പറയും, സഹോദരങ്ങളെ, അല്ലാഹുവേ നീ ഫലസ്തീൻ മക്കളെ സഹായിക്കണമേ റബ്ബേ.
അല്ലാഹുവേ, ദുരിതം അനുഭവിക്കുന്ന അവിടുത്തെ സ്ത്രീകളെ, അവിടുത്തെ കുഞ്ഞുങ്ങളെ പടച്ച തമ്പുരാനെ നീ സഹായിക്കേണമേ റബ്ബേ. ഇനിയും ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് പടച്ചവനെ ആ ജനതയെ നീ തള്ളിവിടല്ല തമ്പുരാനെ, ഇനിയും അവരെ കഷ്ടപ്പെടുത്തല്ല റബ്ബേ. ആഗോളതലത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലും ഇസ്ലാമിക ഉമ്മത്ത് വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കുന്ന കാലഘട്ടമാണ്. പൗരത്വ ഭേദഗതി നിയമം അത് പാർലമെന്റിൽ പാസാക്കിയതാണ്, നമുക്കറിയാം 2 കൊല്ലങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇതാ അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള തകൃതിയായ നീക്കങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ പ്രവേശിച്ചിരിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യമാണ്. അതും നിങ്ങൾ നോക്കി, നമ്മൾ റമളാൻ 1 പ്രവേശിക്കുന്ന അതേ രാവിൽ തന്നെ നമ്മൾ കേട്ട ഒരു വാർത്തയാണ്, CA നടപ്പിലാക്കാനുള്ള തകൃതിയായ നീക്കങ്ങൾ രാജ്യത്ത് ആരംഭിച്ചു എന്നുള്ളത്. നോക്കി നിങ്ങൾ, ഒരു ഭരണകൂടം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട്, വിശേഷിച്ചും മുസ്ലിങ്ങളോട് പ്രകടിപ്പിക്കുന്ന അനീതിയുടെ ആഴമാണത് കാണിക്കുന്നത്. എത്രമാത്രം വലിയ പ്രതിസന്ധിയിലേക്ക് ഒരു സമുദായത്തെ തള്ളിവിടാൻ സാധിക്കുമോ അത്രയും പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ ഭരണകൂടം ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ തള്ളിവിടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമം, തുല്യതക്കെതിരായിട്ടുള്ള ഒരു നിയമം, മുസ്ലിം വിവേചനത്തിൽ അധിഷ്ഠിതമായൊരു നിയമം രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങിയ ഒരു സാഹചര്യം കൂടിയാണ് സഹോദരങ്ങളെ നമ്മുടെ മുമ്പിലുള്ളത്. ഇവിടെയെല്ലാം റമളാനിലൂടെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള ക്ഷമ എന്ന് പറയുന്ന ഈ മൂല്യം നമുക്ക് കരുത്തായി മാറണം. സത്യമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രതിസന്ധിയിൽ തകരാതെ ക്ഷീണിക്കാതെ മുന്നോട്ട് പോവാൻ വിശ്വാസി സമൂഹത്തിന് സാധിക്കണം എന്നുള്ളതാണ്. അസ്സബ്റു മിനൽ ഈമാൻ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ക്ഷമ ഈമാനിൽ പെട്ടതാണ്. ബിമൻസിലത്തി റഅസി മിനൽ ജസദ്. മനുഷ്യന്റെ തലക്ക് ശരീരത്തിലുള്ള പ്രാധാന്യമാണ് ക്ഷമക്ക് വിശ്വാസത്തിലുള്ളത്. മനുഷ്യന്റെ ശിരസിന് ശരീരത്തിലുള്ള പ്രാധാന്യം എന്താ? ശിരസില്ലെങ്കിൽ പിന്നെ ശരീരം നിലനിൽക്കോ? തല പോയാൽ ശരീരം നിലനിൽക്കോ? അതുപോലെയുള്ള പ്രാധാന്യമാണ് വിശ്വാസത്തിൽ ക്ഷമക്കുള്ളത്. ക്ഷമ വിശ്വാസത്തിൽ ശിരസ്സാണ്. അലി റളിയല്ലാഹു അൻഹു പറയാൻ, വലാ ജസദ ലിമൻ ലാ റഅസ ലഹു. തലയില്ലാത്തവന് ശരീരമില്ല. വലാ ഈമാന ലിമൻ ലാ സബ്റ ല. ക്ഷമയില്ലാത്തവന് വിശ്വാസവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ, ഇന്ന ഇളമൽ ജസാഇ മാ ഇളമിൽ ബലാ. നിശ്ചയം വലിയ പ്രതിഫലം വലിയ പരീക്ഷണത്തിന്റെ കൂടെയാണ്. വലിയ പ്രതിഫലം വലിയ പരീക്ഷണത്തിന്റെ കൂടെയാണ്. വഇന്നല്ലാഹ തആല ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും. നിശ്ചയം അല്ലാഹു തആല ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷണത്തിനിരയാക്കും. നമ്മളൊക്കെ ഒരുപാട് പറഞ്ഞതാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പരീക്ഷണവുമായി തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മനസ്സുകൾക്ക് സാധിക്കണം. ഫലസ്തീനികൾക്ക് കഴിയുന്നത് പോലെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രതിസന്ധിയോട്, പരീക്ഷണത്തോട് തൃപ്തിപ്പെടാൻ അവർക്ക് സാധിക്കുന്നത് പോലെ പരീക്ഷണത്തോട് തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയണം. അതാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫമൻ റളിയ ഫലഹു റിളാ വമൻ സഖിത ഫലഹു സുഖത്ത്. ആരെങ്കിലും പരീക്ഷണത്തിൽ തൃപ്തിപ്പെട്ടാൽ അയാൾക്കാണ് അള്ളാന്റെ തൃപ്തിയുള്ളത്. ആരെങ്കിലും പരീക്ഷണത്തിൽ കോപം അയാൾക്ക് വന്നാൽ അയാൾക്ക് അള്ളാന്റെ കോപമാണ് ഉണ്ടാവുക. പ്രകോപനം വേണ്ട, കോപം വേണ്ട. പരീക്ഷണത്തിൽ തൃപ്തിപ്പെടാ. ഇത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ സ്വഹാബത്തിന്റെ മാർഗമാണ്. ഇവിടെ കള്ളിമുള്ളുകൾ ധാരാളം ഉണ്ടാകും. ഇവിടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. അത് പ്രവാചകന്മാരും സ്വഹാബത്തും അഭിമുഖീകരിച്ച പരീക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കി ക്ഷമയോടുകൂടി ആ പരീക്ഷണങ്ങളെ ഹൃദയം ഏറ്റെടുക്കുക. ആ പരീക്ഷണങ്ങളെ സംബന്ധിച്ച് തൃപ്തിയടയുമ്പോഴാണ് നാഥന്റെ റബ്ബിന്റെ തൃപ്തി ഉണ്ടാവുക. അതാണ് ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത്. അതല്ലാതെ എന്തെങ്കിലും പരീക്ഷണം വന്നാൽ അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലാവട്ടെ, കുടുംബജീവിതത്തിലാവട്ടെ, രാജ്യത്താവട്ടെ, മറ്റിടങ്ങളിലാവട്ടെ, പടച്ചോൻ എന്നെ കൈവിട്ടു എന്ന് പറയരുത്. എല്ലാം അള്ളാന്റെ തീരുമാനമാണ്. എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഈ ദുരിതം ഇവിടെ വിതക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഖാദിസിയ യുദ്ധക്കളത്തിൽ ഒരു അൻസ്വാരി സ്വഹാബി വീണ് കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൈകാലുകൾ ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കൈകാലുകൾ അഴിഞ്ഞുപോയിരിക്കുന്നു ഈ സ്വഹാബിയുടെ. പക്ഷേ ചിരിച്ചുകൊണ്ട് സൂറത്തുൻ നിസാ പാരായണം ചെയ്യുകയാണ്. വമയ്യുതിഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. യുദ്ധത്തിൽ കൈകാലുകൾ അറ്റുപോയ സഹാബി
ചിരിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയാണ്. അതാണ് ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത്. പരീക്ഷണത്തിൽ തളർന്നു പോകുന്ന ജനവിഭാഗമല്ല. ക്ഷമയോടെ, നിശ്ചയദാർഢ്യത്തോടെ, ധൈര്യത്തോടെ, സ്ഥൈര്യത്തോടെ മുന്നേറാനുള്ള കരുത്ത്, അതിനാശ്വാസം നൽകാൻ വിശുദ്ധ ഖുർആൻ. ആ ഖുർആന്റെ കൂടെ നമ്മളെങ്ങനെ റമദാനിൽ ജീവിക്കുകയാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്ന ആശ്വാസം. പലസ്തീൻ മാതാക്കളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പലസ്തീനിലെ ഉമ്മമാർ അവരുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കുകയാണ്. മക്കളെ ഓരോരുത്തരെയും ഖുർആൻ ഹാഫിളുകളാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഖുർആനാണ് അവർക്ക് ഈ പ്രതിസന്ധികളിൽ ധൈര്യം പകരുന്നത്. ആ ഖുർആന്റെ വാർഷികാചരണമാണ് റമദാൻ. സഹോദരങ്ങളെ, റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന മൂന്നാമത്തെ പരിശീലനം ക്ഷമയാണ്. 3 കാര്യങ്ങളും ഒന്നുകൂടി പറയാം. 1, ആസക്തികളെ, ദേഹേച്ഛയെ നിയന്ത്രിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള പരിശീലനം. 2, ആർത്തിയെ നിയന്ത്രിക്കാനുള്ള പരിശീലനം. 3, ക്ഷമയോടെ മുന്നേറാനുള്ള പരിശീലനം. ഈ 3 കാര്യങ്ങളുമാണ് റമദാനിലൂടെ നമ്മൾ നേടേണ്ടത്. ഈ 3 കാര്യങ്ങളും റമദാനിലൂടെ ആർജിച്ചുകൊണ്ട് റമദാനെ ചൈതന്യവത്താക്കാൻ റബ്ബ് തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, 2-3 അറിയിപ്പുകൾ നൽകാനുണ്ട്. ഒന്നാമത്തെ അറിയിപ്പ് നമ്മുടെ മസ്ജിദ് വികസനവുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ മസ്ജിദ് വികസനം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. ആ സംഗതിയിലേക്ക് ഇൻഷാ അല്ലാഹ് ഏതാനും ദിനങ്ങൾക്കകം തന്നെ നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ മസ്ജിദുമായി ബന്ധപ്പെട്ട വർക്കുകളിലേക്ക്, വികസന പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. AC അടക്കമുള്ള സൗകര്യങ്ങളോട് കൂടിയാണ് നമ്മുടെ മസ്ജിദ് നവീകരിക്കാൻ പോകുന്നത്. എല്ലാവരും പറയുന്ന ഒരു പ്രയാസമാണ്, ചൂട് വളരെ കൂടുതലായ കാലത്ത് മിക്ക മസ്ജിദുകളും ശീതീകരിച്ച അവസ്ഥയിൽ നമുക്ക് മാത്രം AC ഇല്ലാത്തൊരു പ്രയാസമുണ്ട്. ഇൻഷാ അല്ലാഹ് ആ പ്രയാസവും പരിഹരിക്കുവാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പറയാനുള്ളത് ഇത്രമാത്രമാണ്. റമദാനിലെ ദാനധർമ്മങ്ങളുടെ വലിയൊരു വിഹിതം പാളയം ജുമാ മസ്ജിദിന്റെ വികസന ഫണ്ടിലേക്ക് നീക്കിവെക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പാളയം ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു പള്ളി എന്നതിനപ്പുറത്താണ്. സാധാരണ ഒരു പള്ളിയിലേക്ക് ഞങ്ങളെയൊന്നും ഇപ്പോൾ ഇമാമായിട്ട് വിളിക്കുകയാണെങ്കിൽ അവിടെ ചെന്ന് നമ്മുടെ ഒരു മുഴുവൻ ജീവിതവും അവിടെ നീക്കി വെക്കുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടാവില്ല. കാരണം വേറെയും ഒരുപാട് ജോലികളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിർവഹിക്കാനുള്ള അവസരം ഉണ്ടായിട്ടാണ് അൽഹംദുലില്ലാഹ് ചില പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നമുക്കിവിടെ നിർവഹിക്കാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത്. ആ ഒരു പ്രാധാന്യമാണ് കേവലം ഒരു മസ്ജിദ് എന്നുള്ള
ഒരു നിരീക്ഷണമല്ല നമുക്ക് പാളയം ജുമാ മസ്ജിദിനെ സംബന്ധിച്ചുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ജുമാ മസ്ജിദാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു പ്രതീകം എന്ന നിലയിലും നമ്മുടെ ജുമാ മസ്ജിദ് വേറിട്ട് നിൽക്കുന്ന ഒരു ആരാധനാലയമാണ്, ഒരു ദേവാലയമാണ് സഹോദരങ്ങളെ. ഇതെല്ലാമാണ് നമ്മുടെ ജുമാ മസ്ജിദിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ മുസ്ലിം സമൂഹത്തിൻ്റെ വിശിഷ്ട ദിനങ്ങൾ, അത് നോമ്പാണെങ്കിലും അത് പെരുന്നാളാണെങ്കിലും, അവിടെ പ്രഖ്യാപനം നടത്തുന്ന നമ്മുടെ തെക്കൻ കേരളത്തിൽ പാളയം ജുമാ മസ്ജിദിൽ നിന്നുള്ള പ്രഖ്യാപനമാണ് ആധികാരികമായി നമ്മുടെ തെക്കൻ കേരളം മുഴുവൻ സ്വീകരിക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ ഒരു പ്രാധാന്യം പാളയം ജുമാ മസ്ജിദിനുണ്ട് എന്ന് എന്നെക്കാൾ കൂടുതൽ അറിയുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് നമ്മുടെ മസ്ജിദ് അതിൻ്റെ ഭംഗി കൊണ്ടും അതിൻ്റെ സൗകര്യങ്ങൾ കൊണ്ടും അത് മികച്ചതായി തന്നെ നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് നമ്മുടെ പരിപാലന സമിതിയും അതുപോലെ തന്നെ മസ്ജിദിന്റെ ഒരു ഡെവലപ്മെന്റ് കമ്മിറ്റിയും എല്ലാം രൂപപ്പെടുത്തിക്കൊണ്ട് മസ്ജിദിന്റെ പുനർനിർമ്മാണം, അതിൻ്റെ ഒരു വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ മസ്ജിദിന്റെ എല്ലാ അർത്ഥത്തിലുള്ള അതിൻ്റെ ഒരു ഹെറിറ്റേജും പൈതൃകവും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനമാണ്. അതല്ലാതെ ഇത് മൊത്തം അഴിച്ചുപടിയുന്ന ഒരു രീതിയല്ല. ഇതിന്റെ എല്ലാ പൈതൃകവും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വികസനമാണ് നടത്തുന്ന. ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കുറേ ആളുകൾ മസ്ജിദിന് പുറത്താണ് നിസ്കരിക്കുന്നത്. അത്തരം അവസ്ഥകളെല്ലാം മാറുന്ന രീതിയിലുള്ള നല്ല സൗകര്യപ്പെടുത്തലാണ് നമ്മൾ വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ റമളാനിലാണ് നമ്മളുള്ളത്. റമളാനിലെ ദാനധർമ്മങ്ങളുടെ വലിയൊരു വിഹിതം നമ്മൾ എന്ത് ചെയ്യണം? പാളയം ജുമാ മസ്ജിദിന് വേണ്ടി നീക്കിവെക്കണമെന്ന് വിനയപൂർവ്വം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തിൽ എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. എന്തൊക്കെ നീയത്തുകൾ വെച്ചുകൊണ്ടാണോ ഈ മസ്ജിദിന് നമ്മൾ സംഭാവനകൾ അർപ്പിക്കുന്നത്, നമ്മുടെ ദാനധർമ്മങ്ങൾ അർപ്പിക്കുന്നത്, ജഗന്നിയന്താവായ നാഥൻ ആ ദാനധർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അതുമായി ബന്ധപ്പെട്ട QR കോഡും അതുപോലെ തന്നെ നേരിട്ട് നമ്മുടെ പരിപാലന സമിതിയിൽ ഏൽപ്പിച്ചുകൊണ്ട് റെസിപ്റ്റ് കൈപ്പറ്റാൻ പറ്റുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ആളുകൾക്ക് സൗകര്യം പോലെ ഉപയോഗിക്കാവുന്നതാണ്. ഏതായാലും ആളുകളുടെ സഹായവും പിന്തുണയും ഉണ്ടെങ്കിൽ നമുക്ക് ആ ലക്ഷ്യത്തിൽ പൂർണ്ണമായും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ആരെങ്കിലും ചില ആളുകൾ നമ്മുടെ ഡെവലപ്മെന്റ് കമ്മിറ്റി മാത്രം തീരുമാനിച്ചുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് മനസ്സുവെക്കണം. അതാണ് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമതായി പറയാനുള്ളത് നമ്മുടെ നോമ്പ് കഞ്ഞിയുടെ കാര്യമാണ്. ഒരാൾ നോമ്പ് തുറപ്പിച്ചതിന്റെ പുണ്യം എന്ന് പറഞ്ഞാൽ അയാൾ നോമ്പെടുത്ത ആളുടെ പുണ്യം കൂടി ഇയാൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. നമ്മൾ എത്രയോ ആളുകളെ നോമ്പ് തുറപ്പിക്കുകയാണ്. ഇവിടെ നമ്മുടെ ജുമാ മസ്ജിദിൽ എത്രയോ ആളുകളെ നമ്മൾ നോമ്പ് തുറപ്പിക്കുകയാണ്, സഹോദരങ്ങളെ, സഹോദരിമാരെ. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ആ നോമ്പ് കഞ്ഞിയുടെ വിഹിതത്തിലേക്കും നൽകണം. അതുപോലെ സക്കാത്ത്, ഫിത്ർ സക്കാത്ത്, അതിൻ്റെയൊക്കെ കളക്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായും എല്ലാവരും സഹകരിക്കണം. ജഗന്നിയന്താവായ നാഥൻ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദാനധർമ്മങ്ങൾ നമ്മിൽ സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയുടെ ബർസഖി ജീവിതം, ഖബർ ജീവിതം കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉളുമായുടെ ഭാഗമാവുന്നവരുടെ കൂട്ടത്തിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കാൻ റബ്ബ് തആല നമുക്ക് എല്ലാവർക്കും നമ്മിൽ മരണപ്പെട്ടു പോയവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ അല്ലാഹു തആല അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ മക്കളുടെ പരീക്ഷകൾ നടക്കുകയാണ്. SLC പരീക്ഷ അടക്കമുള്ള പരീക്ഷകൾ നടക്കുകയാണ്. അവർക്ക് ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു തഖ്വയും ഈമാനും പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വബറും ഇസ്തിഖാമത്തും സിബാത്തും നമ്മുടെ മക്കൾക്കും നമുക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തും രാജ്യത്തും വിവിധ പ്രതിസന്ധികൾ ഉമ്മത്ത് അഭിമുഖീകരിക്കുകയാണ്. ഈ പ്രതിസന്ധികൾക്കുള്ള പൂർണ്ണമായ പരിഹാരം പടച്ചവനെ നീ ഉണ്ടാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ഫലസ്തീൻ മക്കൾക്ക് എല്ലാവിധ സഹായവും നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഖുദ്സിനെ നീ സമ്പൂർണ്ണമായി മോചിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുവേ, പള്ളി വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കുകയാണ്. അല്ലാഹുവേ, അക്കാര്യം നീ എളുപ്പമാക്കി
എളുപ്പമാക്കി തരേണമേ റബ്ബേ. അല്ലാഹുവേ, ഈ മസ്ജിദിന്റെ ഇസ്സത്ത് നീ നാൾക്കുനാൾ നിലനിർത്തി തരേണമേ തമ്പുരാനെ. അല്ലാ, പടച്ചവരെ, ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. പടച്ചവരെ, ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും നീ സഫലീകരിച്ച് തരേണമേ റബ്ബേ. അല്ലാഹുവേ, നിന്നോട് ചോദിക്കാൻ നിനക്ക് കോടാനക്കോടി അടിമകളുണ്ട്. ഉടമസ്ഥനായി, നാഥനായി, റബ്ബായി, നാഥാ, ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബേ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും നാഥാ, ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.